ഇതാണ് കേട്ടോ കാർഗിൽ. കാർഗിൽ ടൗണിനോട് ചേർന്ന് നടക്കുന്ന ഒരു കാർഗിലിൻ്റെ ഒരു വാലിയാണ്. പലരും ഇത് മിസ്സാക്കുന്നവർ, ഈ കാർഗിലൊക്കെ പോകുന്നവർ മിസ്സാക്കുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് കാണാൻ നല്ല ഒരു സൗന്ദര്യമാണ്. അത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ മുകളിൽ ലഡാക്കിൻ്റെ ഒരു ഭാഗം കാണുകയും ചെയ്യാം, നമുക്ക് കാർഗിലിൻ്റെ സൗന്ദര്യം ഇവിടെ നിന്ന് ആസ്വദിക്കുകയും ചെയ്യാം. കാർഗിലിലെ ആ ടൗണും കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ലവണ്ണം കാണുകയും ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ലഡാക്കിലോട്ട് കയറിയിരിക്കുന്നു. ലഡാക്കിൻ്റെ മലനിരകളാണ്. ലഡാക്കിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഭൂപ്രകൃതിയാണ്. എത്ര കണ്ടാലും എത്ര നമ്മൾ ബൈക്ക് ഓടിച്ചാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലമാണ് ഈ ലഡാക്ക്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലം. ലഡാക്കിലെ നിത്യ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതുപോലത്തെ മൃഗങ്ങളെ മേച്ചുകൊണ്ട് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ യാക്കാണെന്ന് തോന്നുന്നു. ഇത് യാക്ക് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ യാക്കാണെന്നാണ് പറഞ്ഞത്. ഇത് കറക്റ്റ് ആക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമുക്കാണെങ്കിൽ ഇത് കറക്റ്റ് അറിയത്തില്ല. ചോദിച്ചാൽ യാക്കെന്നാണ് അവർ പറയുന്നത്. എങ്ങനെയുണ്ട് ഇത് കാണാൻ? ഇതാണ് കേട്ടോ ഹബോട്ടിംഗ്ല. നമ്മൾ ആദ്യമായിട്ട് 13,380 അടി ഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യമായിട്ട് കയറിയുണ്ടെങ്കിൽ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം അത്രയും സന്തോഷമായിരുന്നു ഈ സ്ഥലം. ഇതൊക്കെ ലഡാക്കി വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഭൂപ്രകൃതി കണ്ടില്ലേ, ചുറ്റിനും മലകളും മലകളുമായിട്ട് ഇങ്ങനെ ഒരു ആകെക്കൂടി ഉഷാറായ ഒരു സ്ഥലം. ഇനി നമ്മൾ ലേയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നിട്ട് പഴയ വഴി കൂടിയാണ് ലേയിലേക്ക് പോകും. ലേയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര ബൈക്ക് ഓടിച്ചാൽ പോലും നമുക്ക് മതി വരാത്ത ഒരു സ്ഥലം. ആവർത്തന വിരസത പോലെ തോന്നുമെങ്കിലും ഏറെക്കുറെ എല്ലാ പ്രദേശങ്ങളും ഒരേപോലത്തെ ഒരു സ്ഥലം. ഇപ്പോൾ നമ്മൾ ശരിക്കും ലേയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ലേയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ട്രക്കുകളാണ്. നമ്മൾ ഈ കാശ്മീരിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ട്രക്കുകൾ ധാരാളം കാണും. ഈ ആർമി ബേസ് ചെയ്തുള്ള അവരുടെ ട്രക്കുകളാണ്. അതിങ്ങനെ പാസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീഡിയോ എടുത്ത സമയത്ത് എങ്ങനെയോ അത് വന്നു പോയതാണ്, അല്ലാതെ നമ്മൾ അടുത്ത് നിന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ അവരെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പിൽ നിന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവരുടെ ട്രക്കുകളോ ഒന്നും. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാമല്ലോ. കാരണം നമ്മളെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം അതിൻ്റെ പ്രായോഗിക ബുദ്ധികളുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഈ ട്രക്കുകൾ പോയത്. അതുകൊണ്ടാണ് ഈ ട്രക്കുകൾ ഇത് പതിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ കാണുന്ന ഈ പൂക്കളാണ്, ഈ ലഡാക്കിൽ ഇതുപോലത്തെ ശരിക്ക് പൂക്കളാണ്. ആപ്പിളിൻ്റെയൊക്കെ ഒരു വേഷനാണ് തോന്നുന്നത്. അതേ ആപ്പിൾ ആണോ എന്ന് വെച്ചാൽ അതും അറിയത്തില്ല. ആപ്പിളിൻ്റെ പൂ പോലെ കുഞ്ഞു പൂക്കൾ, നിറയെ പൂക്കളാണ്. ഇതുപോലത്തെ ഒരു വാലുകളാണ് കൂടുതലും ലഡാക്കിലുള്ളത്. അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വാലുകളും പച്ചപ്പും കാണാം. അല്ലെങ്കിൽ ഇതുപോലുള്ള മഞ്ഞ് മലകളും മറ്റുമേ കാണത്തുള്ളൂ. അതാണ് ഈ ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. നമ്മൾ എത്ര പറഞ്ഞാലോ എത്ര കണ്ടാലോ മതി വരാത്ത ഒരു ഭൂപ്രകൃതി, അത് തന്നെയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും ഇതുപോലെ വരണ്ട കാലാവസ്ഥ ആണെങ്കിൽ പോലും എപ്പോഴും തണുപ്പാണ്. എപ്പോഴും -डिग्री തണുപ്പ് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ കോട്ടൊക്കെ ഇട്ട് മൂടി നിന്നാലും ഈ തണുപ്പ് നമ്മളത് വിട്ട് മാറത്തേയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളും ഏകദേശം 10,000 അടി ഉയരത്തിലുള്ള മലനിരകളും അതിനിടയിൽ കൂടിയുള്ളൊരു റൈഡിങ്, അതൊരു ഫീലിംഗ് തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ വർണ്ണിച്ചാലും മതി വരാത്തൊരു ഫീലിംഗാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ചിലപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റൂ. അതേപോലത്തെ ഒരു സ്ഥലമാണ്. അതാണ് ഈ ഭൂപ്രകൃതി പ്രത്യേകത. എപ്പോഴും മലയിടിച്ചിലും ഇതുപോലെ മണ്ണും പാറയൊക്കെ റോഡിലേക്ക് വീഴാവുന്ന ഒരു സ്ഥലം. അതാണ് ഈ ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും പറഞ്ഞില്ലെങ്കിലും അതങ്ങനെയാണ് ഈ ലഡാക്കിൻ്റെ ഒരു രീതി. നമ്മൾ പോയിട്ടുള്ളവർക്ക് അറിയാം ഇതെങ്ങനെയാണെന്നുണ്ട്. നമ്മളും വന്നെത്തി. ഹയസ്റ്റ് മോട്ടോർ പാസ്. നമ്മളെ ബൈക്ക് കണ്ടില്ലേ, ಬಿಸಿಲೋಗ್ಬಿಡ್ತು, ಮುಖ ಕಾಣಿಸ್ತಾ ಇಲ್ಲ. ಬ್ರೋ ಸಾರಿ ಲಕ್ಕಿರ್ಬೇಕು ನೋಡಿ ಓಡೋದ.
इसको दे दो भैया दोनों हाँ ग्रुप फोटो ग्रुप फोटो യാത്രകൾ സ്നേഹിക്കുന്ന നമ്മളെ ഒരുപാട് പേര് കളിയാക്കി. കാശ്മീർ വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വിലക്കി പോണ്ട, നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞു. നമ്മൾ വന്നെത്തി ഗൈസ് കർദുംഗ്ല. కర్దూంగ్ల ഇതാണ് കേട്ടോ നുബ്ര വാലി. ഈ നുബ്ര വാലി കൊണ്ട് കാണിച്ച് നമ്മളെ ലഡാക്ക് യാത്ര ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. എന്ത് മനോഹര സ്ഥലമല്ലേ നുബ്ര വാലി എന്ന് പറയുന്നത്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ടാറ്റ.